ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമല്ലോ അല്ലേ? എനിക്കിപ്പോൾ ചെറിയൊരു ത്രോട്ട് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സൗണ്ട് അത്രയൊരു ക്ലിയർ അല്ല കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് മോർണിംഗ് വാക്കിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ആ വയർ മെഷീൻ തുറന്നിട്ടേ പെട്ടെന്ന് എൻ്റെ കൈ തട്ടി അതങ്ങോട്ട് അടഞ്ഞു പോയി. അപ്പോൾ ഞാൻ തന്നെ ചെറുതായിട്ടൊന്ന് പേടിച്ചു, കാരണം ഉപ്പ് റെഡിയായിട്ട് ഇറങ്ങിയിട്ടുമില്ല, ഇരുട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ക്യാമറ ഇങ്ങനെ തല തിരിഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇൻട്രൊഡക്ഷനിൽ കേട്ടോ. അപ്പം മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വന്ന് ഇതുപോലെ ചെടികളുടെ ഇടയിലൊക്കെ നടക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ ചെടികളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. നമുക്ക് ഈ രാവിലത്തെ ഈ ഒരു ചെറിയ മഞ്ഞും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ രാവിലെ നമ്മളിങ്ങനെ മുറ്റത്തിറങ്ങി നടക്കുന്ന ആ ഒരു ഫീല് പിന്നെ ഉച്ചയ്ക്കോ വൈകിട്ടോ ഒന്നും നടന്നാൽ അങ്ങോട്ട് ശരിയാവാറില്ല. ഇപ്പോൾ നല്ലൊരു മൈൻഡ് സെറ്റാകും, മൈൻഡൊരു പോസിറ്റീവ് വൈബിലേക്കൊക്കെ പോകുമെന്ന് പറയണ പോലെ നല്ല രസമാണ് രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ കിളികളുടെ ചിലക്കലും ചെടികളും ഒക്കെ കണ്ട് നടക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ചായ ഇടുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ക്യാമറയിലേക്കൊന്ന് നോക്കി വന്ന സമയത്ത് ചായ ആകെ അങ്ങോട്ട് തൂകിപ്പോയിട്ടോ. ചായ തൂകിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ചായ പോകുന്ന ഒരു കംപ്ലൈൻ്റ് അല്ല നമുക്ക്. അത് പിന്നെ അവിടെയൊക്കെ ക്ലീൻ ചെയ്യണം. അത് ഉടനെ തന്നെ തുടച്ച് ക്ലിയർ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ കുക്കിംഗ് കഴിഞ്ഞ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇങ്ങനെ കറ പിടിച്ചിട്ട് അപ്പോഴാണ് ഈ ഗ്യാസ് സ്റ്റോപ്പും ഒക്കെ പെട്ടെന്ന് തുരുമ്പിടുകയും വൃത്തികേടാവുകയൊക്കെ ചെയ്യണത്. അത് തന്നെയല്ല, ചായയുടെ ഏറ്റവും നല്ല പാടയിലാണല്ലോ അതിൻ്റെ ഗുണം മുഴുവൻ ഇരിക്കുന്നത്. അത് മുഴുവൻ തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ ചായയുടെ ഗുണത്തിലും ടേസ്റ്റിലൊക്കെ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയിലൊക്കെ അപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇന്നും വൈറ്റ് പീസ് തന്നെയാണ് കറി വെക്കുന്നത്. അത് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തൊണ്ടയ്ക്ക് ചെറിയൊരു ഡിസ്റ്റർബ്. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കാനായിട്ട് വേറെ ആരെങ്കിലും ഒന്ന് ഏൽപ്പിക്കാമെന്ന് വെച്ചാൽ വേറെ ആരും ഇല്ല ഇതിനൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ പിന്നെ വീഡിയോ ഒരു കൺസിസ്റ്റൻസിയിൽ അങ്ങനെ പോകാൻ വേണമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ വോയിസ് കൊടുക്കണതാണ്. അപ്പോൾ ഇത് ഞാൻ ഈ പനിക്കൂർക്കയുടെ ഇല ഇങ്ങനെ ഉണക്കാൻ വയ്ക്കണതാണ് കേട്ടോ. നമ്മൾ തലേ ദിവസമൊക്കെ ചപ്പാത്തിയൊക്കെ ചുട്ടിട്ട് ആ ചൂടുള്ള ചട്ടിയിലേക്ക് ഇതേപോലെ ഉണക്കാൻ വെക്കുക. അതുപോലെ ഏതെങ്കിലും ഒരു കുക്കിംഗ് ഒക്കെ കഴിയുമ്പോൾ ചൂടിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതപ്പോൾ അങ്ങനെ 2-3 ദിവസമൊക്കെ ആയിട്ട് ഞാൻ അകത്ത് വെച്ചിട്ട് തന്നെ ഉണക്കിയാലാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ഒരു ഗുണം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാനത് ടിന്നിലാക്കി വെക്കാൻ നോക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു തണുപ്പും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി ഇനിയിപ്പോൾ നമ്മൾ ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയാലാണ് കൈ വെച്ച് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ രാവിലെ ഞാൻ ഇതുപോലെ കുറച്ച് കട്ടൻ ചായ ഫ്ലാസ്കിലേക്ക് തിളപ്പിച്ചൊഴിച്ച് വെക്കും കേട്ടോ. കാരണം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കട്ടൻ ചായ കുടിക്കാൻ ഇഷ്ടമുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് പിന്നെ ചായക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ജോലിയിലാണെങ്കിൽ അത് ഇഷ്ടമുള്ളവരൊക്കെ എടുത്ത് കുടിച്ചോളുമല്ലോ. അപ്പോൾ അതങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് അടുത്ത പരിപാടിയിലേക്ക്. അപ്പോൾ ഞാൻ വൈറ്റ് പീസ് ഇതേപോലെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുക്കറിൽ തന്നെ പെട്ടെന്ന് വഴറ്റിയൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കറി വെച്ചത് കേട്ടോ. അപ്പോൾ കറിയൊക്കെ റെഡിയായി കഴിഞ്ഞ് നമ്മൾ അപ്പത്തിന് മാവ് അരച്ച് വെക്കുമ്പോഴേ ഈസ്റ്റ് ഇട്ടിട്ടോ ഈസ്റ്റ് ഇടാതോ എങ്ങനെയായാലും അപ്പത്തിൻ്റെ മാവ് രാവിലെ തന്നെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ, എല്ലാം കൂടി ചേർത്തിട്ട്. എന്നിട്ട് പിന്നെ രണ്ടാമത് പതഞ്ഞ് വരുമല്ലോ, അങ്ങനെ പതഞ്ഞ് വരുന്ന അപ്പത്തിൻ്റെ മുകളിൽ നിന്ന് നമ്മളിങ്ങനെ എടുത്ത് കോരി ഒഴിച്ചുണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ആ പത നോക്കി ഒഴിച്ച് അപ്പം ചുട്ടെടുത്താൽ മതി. അപ്പം നമ്മൾ പല രീതിയിലും ഈസ്റ്റ് ചേർത്തും ബേക്കിംഗ് പൗഡർ സോഡ ഒക്കെ ചേർത്തൊക്കെ ചെയ്യുമല്ലോ. ഒരേ രീതിയിൽ ഞാനും ചെയ്യാറില്ല കേട്ടോ, പല രീതിയിലൊക്കെ ചെയ്യാറുണ്ട്. സമയം തീരെ ഇല്ലാത്ത സമയത്തൊക്കെ ഈസ്റ്റൊക്കെ ചേർത്ത് ചെയ്യും. അപ്പോൾ അപ്പം ചുട്ടിട്ട് ആ ഒരു ചൂടോടുകൂടി ഗ്യാസ് ഓഫാക്കാൻ മറക്കരുത് കേട്ടോ. അതിലേക്ക് ഞാൻ ഈ പനിക്കൂർക്കയുടെ ഇല ഒന്നും കൂടി ഇങ്ങനെ നിരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചൂടിലിരുന്ന് ഒന്നും കൂടി നന്നായിട്ട് ഉണങ്ങി വരും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് അരി ഇടാനുള്ള പരിപാടിയിലേക്ക് ഞാൻ പോയതാണ്.
അത് കഴിഞ്ഞ് ചട്ടിയുടെ ചൂട് ആറുന്ന സമയത്ത് നമ്മുടെ പനിക്കൂർക്കയുടെ ഇലയും ഇതുപോലെ ആയി വരും. അപ്പോൾ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, കുട്ടികൾക്ക് നമ്മൾ ഈ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ പിസ്സ ഹോം മെയ്ഡായിട്ടൊക്കെ ചെയ്ത് കൊടുക്കും, ന്യൂഡിൽസ് ഒക്കെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഒറിഗാനോ ഒക്കെ കയ്യിലില്ലെങ്കിൽ ഇത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പനിക്കൂർക്കയുടെ ഇലയാണ് ഒറിഗാനോ ആയിട്ട് യൂസ് ചെയ്യണമെന്നൊക്കെ ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. ആർക്കെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അറിവുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അത് യൂസ്ഫുൾ ആകുമല്ലോ. അതിനുശേഷം ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് കൈ വെച്ച് തന്നെ പൊടിച്ചാൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. നമുക്ക് സ്പെഷ്യലായിട്ടൊക്കെ ചിക്കൻ കറി ചെയ്യണമെന്ന്, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊക്കെ ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്ലേവറിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. കാരണം നമുക്ക് എപ്പോഴും അതിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ ചുക്ക് കാപ്പി ഉണ്ടാക്കുന്ന സമയത്തും വെറുതെ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കുടിക്കാൻ നല്ലതാണ് കേട്ടോ ഈ പൗഡർ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ കുമ്പളങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഫിഷ് ഞാനിതുപോലെ വെള്ളത്തിലേക്ക് ആക്കിയിട്ട് ഫ്രീസറിലേക്ക് വെക്കും. നല്ല ഫ്രഷ് ആയിട്ടിരുന്നോളൂ കേട്ടോ. ഫിഷ് നമ്മൾ വെറുതെ മുളക് തേച്ച് വെച്ചാലും വെറുതെ വെച്ചാലൊക്കെ നമ്മൾ എടുക്കുമ്പോൾ പിന്നെ ഒരു ഉണക്കമീൻ്റെ ടേസ്റ്റ് ഡ്രൈ ആയിട്ടിരിക്കും. അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, പച്ചമീൻ്റെ ടേസ്റ്റ് ഒന്നും കിട്ടാറില്ല. അപ്പോൾ നമ്മൾ ഏത് കണ്ടെയ്നറിലാണോ വയ്ക്കുന്നത് അതിൽ നികക്കെ വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുക. പിന്നെ ഉപയോഗിക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഐസ് കിട്ടും. അതുപോലെ തേങ്ങയൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ട്, നല്ല ഉണങ്ങിയ തേങ്ങയായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചിരട്ടയിൽ നിന്നൊക്കെ വിട്ടു പോകുന്നതുകൊണ്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തു. അപ്പോൾ ഉപ്പാക്ക് എന്തായാലും രാവിലെ അരി ഭക്ഷണം അത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തിരി റാഗിയുടെ പുട്ടുണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഇതുപോലെ ചിരട്ടപ്പുട്ട് മോൾഡിലേക്ക് ചേർത്തിട്ട് ഒരു കുക്കറിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടും പുട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ സ്റ്റീമായി വരണ കുറച്ച് ഡയറക്റ്റ് സ്റ്റീം അതിലേക്ക് ചെല്ലുമ്പോഴേ മറ്റ് പുട്ട് കണയിലൊക്കെ ചെയ്യുന്നതിനെക്കാട്ടിലും പെട്ടെന്ന് റെഡിയായി കിട്ടും. ബാക്കിയുള്ള തേങ്ങ ഇതേപോലെ സിപ്ലോ കവറിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കും. അപ്പോൾ ഇതിനിടയിൽ പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ കറണ്ട് പോയാലോ എന്ന് കരുതിയിട്ട് കുറച്ച് അരപ്പ് റെഡിയാക്കി വെക്കണതാണ് കേട്ടോ. തേങ്ങയും ചെറിയ ഉള്ളി, കറിവേപ്പില, അതുപോലെ മുളക്, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ചേർത്തിട്ട് അരപ്പ് റെഡിയാക്കാം. പിന്നെ അരപ്പിന് നല്ലൊരു തിക്നെസ് കിട്ടണമെങ്കിൽ 1 ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർത്തിട്ട് അരച്ച് വെക്കാം. ബാക്കി ഒന്ന് മാവ് എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് വെള്ളയപ്പത്തിൻ്റെ. പിന്നെ സ്ലാബൊക്കെ ഒന്ന് ക്ലീനാക്കി പാത്രങ്ങൾ മുഷിച്ച് ഇങ്ങനെ ഒരുപാട് കൂട്ടിയിടാതെ. പിന്നെ ഇപ്പോൾ ഈ വീഡിയോ വർക്കൊക്കെ വരുന്നത് കൊണ്ടാണ് കുറച്ചെങ്കിലും ഒന്ന് പെൻഡിങ്ങിലാവണത്. അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ നമ്മൾ അപ്പോൾ അങ്ങോട്ട് ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും ജോലിയില്ലാത്ത പോലെ തോന്നും, പെട്ടെന്ന് പണികൾ കഴിയണ പോലെ തോന്നും. അപ്പോൾ അരപ്പൊക്കെ റെഡിയാക്കി വെച്ച് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് ഇനി കുറച്ച് സമയമൊക്കെ റെസ്റ്റ് എടുക്കാം കേട്ടോ. ഫുൾ ടൈം ഞാനങ്ങനെ കിച്ചണിലൊന്നും അങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന ആളല്ല. അപ്പോൾ എന്തായാലും ഈ പുട്ട് നമ്മളെടുത്ത് മാറ്റിയല്ലോ. അപ്പോൾ ആ കുക്കറിലൊക്കെ തന്നെ ഈ കുമ്പളങ്ങ ഇത്തിരി ഉപ്പിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതൊരു വിസിലിൽ ഞാൻ ഓഫാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടുക കേട്ടോ. അതായത് വൃത്തിയാക്കിയിടുകയെന്ന് വെച്ചാൽ ഒന്ന് അടുക്കി പെറുക്കിയൊക്കെ വെക്കുക. അപ്പോൾ തന്നെ നമുക്ക് പിന്നെ ഒരുപാട് ജോലി കഴിഞ്ഞ പോലെ, ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ട് റൂം അടിക്കാൻ പറ്റിയില്ലെങ്കിലും റൂം നല്ല അടക്കി ഒതുക്കി ഇടുമ്പോൾ നമുക്ക് മനസ്സിനും ഒരു സന്തോഷമാണ്, ജോലികൾക്കും ഒരു ഭാരം തോന്നില്ല. അല്ലെങ്കിൽ എന്ത് ജോലി എടുക്കുമ്പോഴും നമ്മുടെ ചിന്ത എങ്ങനെയാണ്, റൂം അടിച്ചിട്ടില്ലല്ലോ, ക്ലീൻ ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെയുള്ള ചിന്ത വരും. അപ്പോൾ ഇതിനിടയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ ഇത്രയും കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ കഴിഞ്ഞു. ചോറ് വാർത്ത് വെച്ചു. പിന്നെ അതേ ഫിഷ് ക്ലീൻ ചെയ്ത് വച്ചിരുന്നതുകൊണ്ട് തന്നെ അരപ്പ് കൂടി ചേർത്തിട്ട് കുടംപുളിയൊക്കെ ചേർത്ത് മീൻ ഇട്ട് കറിയായിട്ടുണ്ട്. പിന്നെ ഇത്തിരി ചെറിയ ഉള്ളിയും ഉലുവയും കൂടി താളിച്ചൊഴിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ആലുവ സ്റ്റൈലിലുള്ള മീൻ കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. മീൻ കറി തിളച്ച് ചട്ടിയൊക്കെ ഗ്യാസൊക്കെ ഓഫാക്കിയാലും ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ മീൻ ചട്ടിയിലൊക്കെ വെക്കണ കറിക്ക് അങ്ങനെ ഒരു പ്രത്യേക ടേസ്റ്റും കൂടി ഉണ്ടാവും. അതിനുശേഷം ഞാൻ ഇതുപോലെ കടുകും കുറച്ച് കറിവേപ്പില, സവാള, ചതച്ച മുളക്, വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതെല്ലാം കൂടി ചേർത്ത് ഒന്ന് മൊരിയിച്ചതിന് ശേഷം തേങ്ങ ചേർത്ത് കൊടുക്കുക, കുമ്പളങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട്, ഇവിടെ മീൻ കറി ഉണ്ടെങ്കിൽ പിന്നെ ഊണിന് വേറെ കറികളൊന്നും വേണ്ട കേട്ടോ. എല്ലാവരും മീൻ കറി ഒഴിച്ചേ കഴിക്കുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെജീസൊക്കെ ഇതുപോലെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികളും കഴിച്ചോളുമല്ലോ.
അപ്പോൾ ചോറൊക്കെ വാർത്ത് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ വിളമ്പി കാണിക്കുന്നില്ല കേട്ടോ, കാരണം 11 മണിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ വിളമ്പി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമ്മൾ മൂടിയൊക്കെ വെച്ച് കഴിക്കാനൊക്കെ ഇനി ഒരുപാട് സമയം ബാക്കിയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചോറൊന്നും അങ്ങനെ വിളമ്പി കാണിച്ചിട്ടില്ല. എന്തായാലും കറികളൊക്കെ റെഡിയായി, ചോറും റെഡിയായി. സിമ്പിൾ ലഞ്ചാണ് കേട്ടോ. അത് എളുപ്പത്തിൽ എങ്ങനെ ചെയ്തെടുക്കാമെന്നൊന്ന് ഒരു കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ്. പിന്നെ 3-4 മണിക്കൊക്കെ ഇവിടെ ചായ പ്ലെയിനായിട്ടൊക്കെ കുടിക്കും കേട്ടോ. അതിന് ശേഷം മോൻ്റെ ജോലി കഴിഞ്ഞപ്പോൾ മോന് വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറികൾ, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ ക്യാപ്സിക്കം, മല്ലിയില, കയ്യിലുള്ള വെജീസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ചേർത്തിട്ട് ബീൻസ് ഞാൻ ഇങ്ങനെ ഇതിൽ ചേർക്കാറില്ല, അതിന് ഇത്തിരി ഒരു കുക്കിംഗ് ടൈം ഉണ്ടല്ലോ. അതിന് ശേഷം കുറച്ച് കുരുമുളകിൻ്റെ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒറിഗാനോ. ഇതിൽ മെയിനായിട്ട് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീസ്, ഒറിഗാനോ, മയോനൈസ്. പക്ഷേ ഞാനിപ്പോൾ ഹോം മെയ്ഡ് മയോനൈസ് എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് മയോനൈസ് ചേർത്തിട്ടില്ല. പിന്നെ കുറച്ച് ചിക്കൻ്റെ ഫ്ലഷ് ഉണ്ടല്ലോ, അത് ആ ഒരു പോർഷൻ ഇതുപോലെ വെറുതെ ഉപ്പിട്ട് വേവിച്ചതാണ്. അതിനുശേഷം ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു വെജിറ്റബിൾസിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ബ്രെഡിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനല്ലേ. ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇപ്പോൾ മയോനൈസ് കയ്യില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കെച്ചപ്പ് തന്നെയാണ് ചേർത്ത് കൊടുക്കണം. പക്ഷേ മയോനൈസ് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഷവർമ കഴിക്കണം അതേ ഫീലിൽ കഴിക്കാൻ പറ്റും. ഈ ഒരു ചിക്കൻ്റെ ഈ ഒരു കൂട്ടും പിന്നെ ചീസും മയോനൈസും എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ. അപ്പം മയോനൈസ് അടിച്ചെടുക്കാനൊന്നും നേരമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇത്തിരി കെച്ചപ്പ് തന്നെ ചേർത്ത് കൊടുത്തിട്ട് ചീസിൻ്റെ മൊസറല്ല ചീസ്, അതല്ലെങ്കിൽ ഈ ബ്രെഡ് സ്ലൈസിൻ്റെ ആ ഒരു സ്ക്വയർ വരുമല്ലോ, ചീസിൻ്റെ ഒരു ലോഫ് ഉണ്ടാവുമല്ലോ, അതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ബ്രെഡ് കഴിക്കുന്ന എല്ലാ പോർഷനിലും നമുക്ക് ആ ചീസ് കഴിക്കാൻ കിട്ടും. അതല്ലെങ്കിൽ മൊസറല്ല ചീസ് ഷ്രെഡ് ചെയ്ത് ചേർക്കാം. ഞാൻ ഇപ്പോൾ വെറുതെ പീസാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, ചൂടാകുമ്പോൾ മെൽട്ടായിക്കോളും. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സൊക്കെ ചേർത്ത് നമ്മുടെ ഉണക്കമുളക് ചതച്ചതൊക്കെ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത്ര സ്പൈസി ആയിട്ട് ചെയ്യുന്നില്ല. ഇത് ഞാനിപ്പോൾ ചെയ്യണത് ടോസ്റ്ററിൽ വെച്ചിട്ടാണ്. പക്ഷേ ടോസ്റ്ററിൽ വെക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല കേട്ടോ. നമുക്ക് ഫ്രൈയിങ് പാനിൽ വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് 2 സൈഡും ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി. തിരിച്ചും മറിച്ചിട്ടിട്ട് സിമ്മിൽ വെക്കണം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കളറ് ചേഞ്ചായിട്ട് വരും. ഇതിപ്പോൾ ഇങ്ങനെ ബട്ടറൊക്കെ തടവി ടോസ്റ്ററിലേക്കൊന്ന് വെച്ച് കൊടുക്കുക. ബട്ടർ തടവുമ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടും. അത് പാനിലാണെങ്കിലും ഒന്ന് ബട്ടർ സ്പ്രെഡാക്കിയതിന് ശേഷം വെച്ച് കൊടുക്കണം കേട്ടോ. ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. അങ്ങനെ വൈകിട്ട് അതുപോലെ ബ്രെഡ് ടോസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് 6 മണി 5-5:30-6 മണിക്കൊക്കെയാണല്ലോ എല്ലാവർക്കും ഒരു വിശപ്പ് വരുന്നത്. ആ സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടോസ്റ്റ് ചെയ്തത് കേട്ടോ. അതിനുശേഷം ഒരു ഗ്ലാസ് പച്ചരി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് മഷ്റൂം എൻ്റെ കുറേ നാളെ എൻ്റെ കയ്യിലിരിക്കണം. ഇനി അത് ഫ്രിഡ്ജിലിരുന്നാൽ ചീത്തയായി പോകുമെന്ന് കരുതിയിട്ട്
മഷ്റൂം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇത്തിരി വെള്ളം ചൂടാക്കി ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് മഷ്റൂം അതിലൊരു 4-5 മിനിറ്റ് ഒന്ന് ഇട്ട് വെക്കുക. അപ്പോൾ എന്തെങ്കിലും കീടങ്ങളോ എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് കേട്ടോ. ഇനി കുക്കറിലേക്ക് അതങ്ങനെ ഇരിക്കട്ടെ. ആ സമയത്ത് കുക്കറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് നമ്മൾ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് എളുപ്പമുണ്ടല്ലോ, നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ സവോള പിന്നെ ടൊമാറ്റോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടി ചേർത്തിട്ട് കുക്കറിലേക്ക് ചേർത്ത് ഒരു വിസിലൊന്ന് അടിച്ചെടുക്കാം. ടൊമാറ്റോ ചേർക്കുന്ന സമയത്ത് ഏറ്റവും താഴ്ഭാഗത്ത് ടൊമാറ്റോ ചേർക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഇല്ലാണ്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ടൈമിൽ മഷ്റൂം നന്നായിട്ട് വെള്ളത്തിൽ നിന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതുപോലെ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം കൂട്ടി വെക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മഷ്റൂം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വാട്ടർ കണ്ടൻറ്റുള്ള ഐറ്റമാണ്. അപ്പോൾ അത് കുറച്ച് വെച്ചാൽ ശരിയാവില്ല. ഇതിലേക്ക് മുളക് പൊടി, ഗരം മസാല, ഒരിത്തിരി മാത്രം മല്ലിപ്പൊടി, ഒരിത്തിരി ഓയിലും കൂടി ചേർത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ മഷ്റൂമിൽ നേരത്തെ ചേർത്തതാണല്ലോ, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഒരിത്തിരി കെച്ചപ്പൊടി ചേർത്ത് കൊടുക്കുക. കെച്ചപ്പൊടി ചേർക്കുമ്പോൾ ഈ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനിയിപ്പോൾ കെച്ചപ്പല്ല ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരിത്തിരി വിനീഗറും ഒരു നുള്ളു പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമ്മൾ ഈ ഗ്രേവി റെഡിയാക്കണമെങ്കിൽ നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് സവാളയുടെ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ഡ്രൈ അല്ല ഒന്നുകൂടി റോസ്റ്റ് പോലെ ആക്കി എടുക്കാം. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ സവാള വേവിച്ച കുക്കറൊന്നും കഴുകിയിട്ടില്ല കേട്ടോ. അതിലേക്ക് നമ്മളിത്തിരി ഈ ഓയിലൊക്കെ ചേർത്ത് ഹോൾ മസാലാസൊക്കെ ഇട്ടിട്ട് റൈസും കൂടി ഒന്ന് കുക്കാക്കി എടുക്കണം. അത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ മസാല ഇതുപോലെ ഈ മഷ്റൂമിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് സോട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഫ്ലേവറൊക്കെ അതിലേക്ക് ഇറങ്ങി വരും. പിന്നെ കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ പുതിനയില, ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ മഷ്റൂം വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഒരു ബിരിയാണി ആണ് ചെയ്തെടുക്കുന്നത്. പക്ഷേ നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. പെട്ടെന്ന് ചെയ്തെടുക്കാം. ഒരു അരമണിക്കൂറൊന്നും വേണ്ടി വന്നില്ല ഇത് ചെയ്തെടുക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മഷ്റൂം ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമല്ലേ. അപ്പോൾ അതിന് കഴിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊരു സാലഡും. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ തൈരൊന്നും ചേർക്കുന്നില്ല. വിനീഗറോ അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീരോ ഉപ്പോ കുരുമുളക് പൊടി ഏതിലേതെങ്കിലുമൊക്കെ ചേർത്തിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കുക്കറിൻ്റെ വിസിലൊന്ന് പോകുന്ന സമയത്ത് നമുക്ക് സാലഡ് റെഡിയാക്കി വെക്കാം. അതുപോലെ തന്നെ അപ്പോഴേക്കും അതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ടാവും. ചോറ് നല്ല പെർഫെക്റ്റായിട്ട് വരും. അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി മല്ലിയിലയും പുതിനയിലയൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കുക. അതുപോലെ സവാള നട്ട്സൊക്കെ മൊരിയിച്ചത് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ, ഇവിടെ കുട്ടികൾക്ക് അതൊന്നും അത്ര ഇഷ്ടമല്ല കേട്ടോ. അതൊക്കെ പെറുക്കി ഇങ്ങനെ മാറ്റും. അപ്പോൾ അതൊന്നും പിന്നെ ഇഷ്ടമല്ലാണ്ട് പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ പിന്നെ അതൊന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഈ ഒരു സ്റ്റേജ് വരെ നെയ്യൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ. ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്തത്. അപ്പോൾ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് ഈ ഒരു ടൈമിൽ കൊടുത്താൽ ഈ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഒരു 2-3 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മുടെ അടിപൊളിയായിട്ടുള്ള മഷ്റൂം ബിരിയാണി, അതായത് മഷ്റൂമാണെന്നൊന്നും കഴിക്കുന്ന സമയത്ത് നമുക്ക് തോന്നില്ല കേട്ടോ. നമ്മൾ ചിക്കൻ്റെ പീസൊക്കെ എടുത്തിട്ട് ബിരിയാണി ഉണ്ടാക്കിയ അതേ ഫീലിൽ കുട്ടികൾക്കൊക്കെ വലിയവർക്കും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ദിവസത്തിൻ്റെ ഒരു ഫുൾ മെനു ചെറുതായിട്ടൊന്ന് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ കമൻസൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. മഷ്റൂം വെച്ച് നിങ്ങൾ ബിരിയാണി ചെയ്യാറുണ്ടോ, ചെയ്തിട്ടുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്ര നേരം വീഡിയോ ക്ഷമയോടുകൂടി കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.